രാപ്പകൽ സമരത്തിൽ നിന്ന് ഒരിഞ്ച് പോലും പിന്നോട്ടില്ല എന്ന് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ ഉന്നയിച്ച പ്രധാന ആവശ്യം അംഗീകരിക്കും വരെ സമരം തുടരുമെന്ന് സമരസമിതി വ്യക്തമാക്കി. തിരുവനന്തപുരത്ത് സംസ്ഥാന കമ്മിറ്റി ചേർന്ന ശേഷം സമരപ്പന്തലിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു നേതാക്കൾ. ശക്തമായ സമരവുമായി മുന്നോട്ടു പോകാനാണ് ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ തീരുമാനം. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളിൽ നിന്ന് തന്നെ ആവശ്യങ്ങൾ നേടിയെടുക്കുമെന്നും സമരം ആരംഭിച്ച് ഇതിനോടകം തന്നെ ഉന്നയിച്ച ആവശ്യങ്ങളിൽ പലതും നേടിയെടുത്തെന്നും സമരസമിതി പ്രതികരിച്ചു. പ്രധാന ആവശ്യമായ ഓണറേറിയം വർധനവ് നേടിയെടുക്കുന്നതുവരെ സമരം തുടരുമെന്നും കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ വ്യക്തമാക്കി. സംസ്ഥാന കമ്മിറ്റി യോഗത്തിന് ശേഷം നേതാക്കൾ തിരുവനന്തപുരത്ത് സമരപ്പന്തലിൽ പ്രതികരിക്കുകയായിരുന്നു. നമ്മളുടെ കമ്മിറ്റി സർക്കാർ ഫോം ചെയ്യുമെന്ന് പറയുന്ന ആ കമ്മിറ്റി അതിനുവേണ്ടി മാത്രം മാറ്റിക്കൊണ്ട് ആദ്യം പറഞ്ഞ 2 ഡിമാൻഡുകൾ നേടിയെടുത്തിട്ട് മാത്രമേ ഈ സെക്രട്ടേറിയറ്റ് നടന്നുള്ള ഈ സമരം അവസാനിപ്പിക്കുകയുള്ളൂ എന്നുള്ളൊരു പ്രഖ്യാപനമാണ് നമ്മളുടെ കമ്മിറ്റിയിലുണ്ടായത്. സമരത്തെ തകർക്കാൻ, നേതൃത്വത്തെ ഒറ്റപ്പെടുത്താൻ ധാരാളം കരുതിക്കൂട്ടിയുള്ള ചില കേന്ദ്രങ്ങളിൽ ആസൂത്രിതമായി നുണകൾ പടച്ചുവിട്ട് നമ്മളെ കരിവാരിത്തേക്കാനും ഒറ്റപ്പെടുത്താനുമുള്ള പല പരിശ്രമങ്ങളും നടത്തിയുണ്ടായി. പക്ഷെ അത്തരം പരിശ്രമങ്ങളിലൊന്നും വീണു പോകാതെ വളരെ നിസ്വരായ 233 രൂപയ്ക്ക് പണിയെടുക്കുന്ന സ്ത്രീകൾ അതിലൊന്നും വീണു പോകാതെ അടിയുറച്ചു നിന്ന് ഈ 63 ദിവസം സമരം ചെയ്തു എന്ന് പറയുന്നത് തന്നെ ഒരു വലിയൊരു സാഹസമാണ് ചെയ്തിരിക്കുന്നത്. യോഗത്തിൽ തുടർ സമര പരിപാടികളും ആലോചിച്ചു. ആശമാർക്കായി ഒരു തുക മാറ്റിവെച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പ്രതിനിധികളെ ഏപ്രിൽ 21 സമരവേദിയിൽ ആദരിക്കും. വരും ദിവസങ്ങളിൽ ജില്ലകളിലെ പരിപാടികളും ഏകോപിക്കും. സംസ്ഥാനത്തെ 99% ജനങ്ങളും സമരത്തിനൊപ്പമാണെന്നും സമരവുമായി മുന്നോട്ടു പോകുമെന്നും സമരസമിതി പ്രതികരിച്ചു. ജനം, തിരുവനന്തപുരം.